ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴത്തോരു മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ രാവിലെ തന്നെ നമ്മുടെ അലീനയും കുട്ടിച്ചായനും കൂടി നടക്കുകയാണ്. അപ്പൊ കുട്ടിച്ചായന് സംസാരിക്കുന്ന ഇടയിൽ ശ്വാസമുട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വലിപ്പച്ചൻ സംസാരിക്കേണ്ട എന്ന് അലീന പറയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അലീന തുടങ്ങും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാലത്തെ LKG പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അത് പറയൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അലീന പറയുന്നുണ്ട്, അത് LKG പഠിക്കുന്ന സമയത്ത് അവിടെ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ അവരെ വിളിക്കാൻ വരുന്ന സമയത്ത് എനിക്കൊക്കെ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്താ അച്ഛനില്ലാത്തത്, അമ്മയായിട്ട് പിന്നെ ബ്രിജിത്താമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രിജിത്താമ്മയോട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, എനിക്കെന്ത് അച്ഛനില്ലാത്തത്, എൻ്റെ അച്ഛനെന്താ, എങ്ങനെയാ ഉണ്ടാവുക അച്ഛൻ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് അലീന പറയുകയാണ്. അപ്പോൾ കുട്ടിച്ചാൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ എന്താ പറയാറ് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ പറയാറ്, ചില കുട്ടികൾക്ക് ദൈവം തന്നെയാണ് അച്ഛനായിട്ടുണ്ടാകുക. ദൈവത്തിന് കുറേ ജോലി ഉള്ളത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് വേറെ അച്ഛനൊക്കെ കൊടുക്കും, ദൈവം ആവൂല അച്ഛൻ. അപ്പോൾ മോളുടെ അച്ഛൻ ദൈവം തന്നെയാണ് മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും കുടിച്ചിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരങ്ങനെ വർത്താനം പറഞ്ഞ് വരികയാണ്. അപ്പോൾ ആ ഡ്രൈവർ ഒക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്നാലും കുട്ടിച്ചൻ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടേക്ക് വന്നത് പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടിയെ ഇവിടെ പറപ്പിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ, എന്നിട്ടിപ്പോൾ ആളെയും കയ്യിലെടുത്തല്ലോ, ഇവളുടെ കയ്യിൽ എന്തോ മാന്ത്രിക വിദ്യ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതെ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരവിടേക്ക് വരികയാണ്. അപ്പോൾ ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ നിനക്ക് ശമ്പളം ശരിക്കും കിട്ടുന്നില്ലടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് 1-ാം തീയതി തന്നെ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട്. നീ വന്നില്ലെങ്കിലും നീ ലീവായാലും എന്തായാലും അതിന് കുറവൊന്നുമില്ലല്ലോ, ഇത്ര കൃത്യമായിട്ട് ശമ്പളം തരുന്ന ഏതാടാ ഉണ്ടാവുക, അപ്പൊ ഞങ്ങൾക്ക് ജീവിച്ചു പോകണ്ടേ കുട്ടിച്ചായ എന്ന് പറയുന്നുണ്ട്. ജീവിച്ചു പൊക്കോ എന്നും പറഞ്ഞ് അങ്ങനെ അലീനയെയും കൊണ്ട് നമ്മുടെ കുട്ടിച്ചനകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയാണ്. അല്ല നിനക്ക് ക്ലാസ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ക്ലാസ് ഇല്ല എന്ന്, ടീച്ചർമാരുടെ ക്ലസ്റ്റർ മീറ്റിംഗ് ഒക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. അല്ല രോഹിയേട്ടന് ക്ലാസ് ഇല്ലേ എന്ന് തിരിച്ച് കൃഷ്ണ ചോദിക്കുകയാണ്. അവിടെ സമരമാണ്. അപ്പൊ എന്ത് സമരം എന്ന് ചോദിക്കുന്നത്. അതെ, ഒരാളുടെ ചായ മറ്റാളെടുത്ത് കുടിച്ചു, അതാണ് പ്രശ്നം. അപ്പോൾ ചായ കുടിച്ചതൊക്കെ സമരത്തിന് കേസ്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്, നിസ്സാര കാര്യങ്ങൾക്കാണ് സമരം. അപ്പൊ എന്തായാലും നമ്മൾ സമരത്തെ പിന്തുണച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ രോഹി പറയുന്നുണ്ട്. പിന്നെ സമരത്തെ പിന്തുണയ്ക്കണം എന്നിങ്ങനെ കൃഷ്ണ പറയാണ്. അങ്ങനെ അവരവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഇവൻ വരികയാണ്, ബാലേന്ദ്രൻ വരുന്നുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ വന്നിട്ട്, എന്താ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേരും ക്ലാസ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് ക്ലസ്റ്റർ മീറ്റിംഗ് ആണെന്നും അതുപോലെ തന്നെ ഏട്ടന് അവിടെ സമരം നടക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛന് ചായ വേണോ എന്ന് ചോദിക്കാൻ, കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണ അച്ഛന് ചായ എടുത്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈജ ഡോറ് തുറന്ന് വരുന്നത്. റൂമിൽ നിന്ന് ഒരുങ്ങിയിട്ടൊക്കെ വരുന്നുണ്ട് ബാഗൊക്കെ പിടിച്ചിട്ട്. അപ്പം ആ സമയത്ത് രോഹിയോട് ചോദിക്കുന്നുണ്ട്, എടാ രോഹി, നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, എന്നെ നീ ഒന്ന് ബാങ്കിൽ കൊണ്ടുവന്നാക്കുമോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ, 2 വീലറിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പിന്നെ 2 വീലർ അല്ലാണ്ട് നിനക്ക് കാറില്ലാന്ന് എനിക്കറിയില്ലേ എന്ന് വൈജ തട്ടുത്തരം പറയുകയാണ്. അപ്പോൾ എന്നാ ഞാനിപ്പോൾ വരാം, എന്നാ വേഗം കുടിക്കി, എനിക്ക് നേരില്ല എന്ന് വൈജ തിരക്ക് പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ വരാമ്മയെന്ന് പറഞ്ഞിട്ട് ചായ മുഴുവൻ അത് വലിച്ചു കുടിച്ച് ഈ ബനിയനൊന്ന് മാറിയിട്ട് ഇപ്പൊ വരാട്ടോ എന്ന് പറയും. വേഗം വരണം കേട്ടോ, അതിപ്പോ വരാമ്മയെന്നും പറഞ്ഞിട്ട് നമ്മുടെ രോഹി മുകളിലോട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് ബാലേന്ദ്രനാണെങ്കിൽ വൈജയെ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാലേന്ദ്രനോട് വൈജ പറയാണ്, ബാലേന്ദ്ര ഇന്ന് മുതൽ ഞാൻ ബാങ്കിൽ ജോലിക്ക് പോകാണ്, അപ്പോൾ അതിന് പൊക്കോ എന്ന് പറയുന്നുണ്ട്. പറയേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. മര്യാദ. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രന് സമയം ഉണ്ടാകുമോ, അല്ല അച്ഛൻ കൊണ്ടാക്കി കൊടുക്കില്ലേ, അച്ഛൻ പോകുന്നതല്ലേ എന്ന് രോഹി ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോവാൻ നേരം വൈകും, നേരം വൈകിയാൽ കുഴപ്പമില്ല എന്നുള്ളൊരു വെയിറ്റ് ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് നേരം വൈകാനൊന്നും പറ്റില്ല എന്ന് വൈജ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ രോഹി ഡ്രസ്സൊക്കെ മാറി വന്നു. അങ്ങനെ പോവാ എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന്. അപ്പോൾ അങ്ങനെ അവര് പോയിട്ട് അവർ രണ്ടുപേരും വണ്ടിയിൽ അങ്ങനെ പോകണം. അപ്പൊ രോഹി പറയുന്നത് ഞാൻ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകണം. അപ്പൊ വൈജ അവിടെ കാത്തു നിൽക്കാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചായയും കൊണ്ടിട്ട് പുറത്തേക്ക് വന്നു, കൂടെ കൃഷ്ണയും ഉണ്ട്. അങ്ങനെ
അവൻ വണ്ടിയും എടുത്ത് വന്നിട്ട് വണ്ടിയിൽ വൈജിക്ക് കയറാൻ പറ്റുന്നില്ല, കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ഇത്തിരി പൊക്കം കൂടിയ വണ്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെ ഇരിക്കാനാ? അപ്പൊ അമ്മയ്ക്ക് കയറാൻ അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ പോരെ, ഞാൻ വെറുതെ അവിടെ ഇരുന്ന് എന്നല്ലേ അമ്മ വിളിച്ചു വരുത്തി എന്ന് ചോദിക്കുന്നുണ്ട് രോഹി. ഇതേ സൂക്ഷിച്ച് പോകണം ട്ടോ, എവിടെയെങ്കിലും കൊണ്ട് ഉരുട്ടിയിടരുതിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പോയാൽ മതി. അമ്മയുടെ എന്തായാലും അമ്മയുടെ അത്ര എക്സ്പീരിയൻസ് എനിക്ക് എന്തായാലും ഇല്ല, അമ്മ കാറ് മറിച്ചിട്ട ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രോഹി. അങ്ങനെ ബാഗ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് വൈജ പതുക്കെ വണ്ടിയിൽ കയറിയിരുന്ന് പോയിട്ട് വരാ അച്ഛാ എന്ന് പറയുന്നുണ്ട്. ആ ശരിടാ എന്ന് പറഞ്ഞു അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് അവൻ പോവുകയാണ്. അപ്പൊ പുറകെ ആയിട്ട് ഇവനും ബാലചന്ദ്രൻ പറഞ്ഞു ഞാനും പോട്ടെ മോളെ ആ ബാഗ് ഇങ്ങനെ ഇട്ടെടുത്തോ എന്ന് പറയാണ്. അപ്പൊ ആ ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് കപ്പ് വാങ്ങി ചായ കുടിച്ചിട്ട് കപ്പ് വാങ്ങി അവൾ അവിടെ കൊണ്ടുവച്ച് ബാഗ് എടുത്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ കാറുമായിട്ട് വരികയാണ്. അങ്ങനെ ബാഗ് ബാലചന്ദ്രന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയിട്ട് വരാം മോളെ. അപ്പൊ അച്ഛൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ. അപ്പൊ ഞാൻ ഓക്കെയാണ് മോൾ എന്തിനാ പേടിക്കുന്നത്? എന്നെ കുറിച്ച് ആലോചിച്ച് ഈ കുഞ്ഞിത്തല വിഷമിക്കേണ്ട കേട്ടോ, മോള് സമാധാനമായിട്ട് പോയിരുന്നു, പേടിയുണ്ടോ ഇരിക്കാനെന്ന് ചോദിക്കുമ്പോ ഇല്ല, സുനിത ചേച്ചി ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ രോഹിയേട്ടനും വരുമല്ലോ, പേടിയൊന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. ആ സൂക്ഷിച്ചിരിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ബാലേന്ദ്രൻ. അതിനുശേഷം കുട്ടിച്ച പോകുന്നത് ലാലിച്ചിന്റെ അരികിലാണ്. ലാലിച്ചനാണെങ്കിൽ രാവിലെ തന്നെ കള്ളുകൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിച്ചൻ വന്നിട്ട് പറയണം, എടാ നീ ഇത് രാവിലെ തന്നെ തുടങ്ങിയോ? അപ്പച്ചന് വേണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ട, അലീനയുടെ മുന്നിൽ ഇത് കുടിച്ചു പോയി ചെല്ലം നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മണമില്ലാത്തതുണ്ട് എന്ന് പറയുകയാണ്. മണമില്ലാത്തതുണ്ടാവും, പക്ഷേ കള്ളത്തരം ചെയ്ത് നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്ന് പറയുകയാണ്. അല്ലടാ നീയും ഇത് കുറയ്ക്ക്, കുടിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അത് അലീനയുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ ഇപ്പൊ പറ്റില്ല എന്ന് ലാലിച്ചൻ പറയുകയാണ്. അപ്പോൾ അലീനയുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ട കാര്യമല്ലടാ, അവൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ നിനക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ പെണ്ണും വീട്ടുകാരായാലും നിന്റെ അനിയന്മാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അവരെ വന്നിട്ട് ഇവളെ എടുത്ത് തൂക്കി എറിയും ഈ വീട്ടിൽ നിന്ന്, എന്നെയും എന്ന് പറയുകയാണ് കുട്ടിച്ച്. അപ്പോൾ അപ്പൻ രാവിലെ തന്നെ വന്നത് എന്റെ സമാധാനം കളയാനാണോ എന്ന് ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്. സമാധാനം കളയാൻ വേണ്ടി വന്നതല്ല, ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞു കുട്ടിച്ചൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ വീണ്ടും മദ്യം എടുത്ത് ഒഴിക്കാൻ നിൽക്കുമ്പോൾ കുപ്പിയൊക്കെ തുറന്നിങ്ങനെ ഒഴിക്കാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് അവന് മനസ്സ് മാറുന്നുണ്ട്. അങ്ങനെ ആ കുപ്പി അവിടെ തന്നെ വെക്കുന്നുണ്ട്, ഗ്ലാസ് എടുത്ത് കമത്തി വെക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അലീന അങ്ങനെ അടുക്കളയിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ പൗലോസ് പാചകത്തിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇങ്ങനെ നിരത്തി പരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറികളെടുത്ത് കഴുകുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന അലീന ആ അടുക്കളയിലോട്ട് ഇങ്ങനെ നല്ലോണം നോക്കുകയാണ്. പൗലോസിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അലീന അവിടേക്ക് വന്നത്. അങ്ങനെ പച്ചക്കറി കംപ്ലീറ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് പച്ചക്കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ അതൊക്കെ പഴകിയതാണ്, കളയാൻ വെച്ചിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. ഇത് മുഴുവനോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് ക്യാരറ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അത് വിണ്ടത് കണ്ടില്ലേ, അത് വീഴുന്നതല്ലേ, അതിനെന്താ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ സാബിന് ഇഷ്ടമല്ല അങ്ങനെയൊന്നും തലേ ദിവസത്തെ പച്ചക്കറി പഴകിയതൊന്നും എടുക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നാ ആവശ്യത്തിന് വാങ്ങിയപ്പോൾ ഇത് ഇങ്ങനെ എന്തിനാ കളയാൻ ഉപയോഗിക്കണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന അതിനെതിരെ പ്രതികരിക്കുമ്പോൾ പൗലോസിന് അത് ഇഷ്ടപ്പെടുന്നില്ല. പൗലോസ് പറയാണ്, അത് കൊച്ചേ, ഞാൻ ഇവിടെ ഈ ജോലി തുടങ്ങിയിട്ട് കുറെ കാലമായി, ഈ ജോലിയൊക്കെ തുടങ്ങിയിട്ട്, അതുകൊണ്ട് എന്നെ ഭരിക്കാനൊന്നും ആരും വരണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇതുപോലെ സാധനങ്ങൾ നശിപ്പിക്കാനായിട്ട് ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല, അത് ധാരാളിത്തം ഇവിടെ പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പൗലോസിന്റെ വായ അടപ്പിക്കുന്നുണ്ട് അലീന. എന്തായാലും അവിടെയുള്ള എല്ലാവരും അലീനയുടെ ശത്രുക്കളായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കുട്ടിച്ചന്റെ ഇളയ മകൻ അതായത് ലാലിച്ചിന്റെ അനിയൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പനിത് എവിടെയാ, അവിടെ ആരോ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതേ മോനെ, ഇവിടെ അവളുടെ മകള് വന്നിട്ടുണ്ട്, പിന്നെ മകള് പറയുന്നതല്ലേ എന്ന് പറയുന്നത്. അതേടാ നീ വന്ന് നോക്ക്, അത് തന്നെയാണ്, നല്ല ഉറപ്പുണ്ട് എനിക്ക് എന്ന് കുട്ടിച്ചൻ പറയുന്നുണ്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.